ഒരാൾ പറഞ്ഞില്ലേ, അത് പറയൂല. അങ്ങനെയാണ്. അപ്പൊ നമ്മള് പൈസ ഇതൊക്കെ നമ്മൾ പ്രലോഭനാണ്. ഇതൊക്കെ കാണുമ്പോ നമുക്ക് തോന്നും, ആ ഒരു വർഷം എങ്ങനെയൊക്കെ നിന്നാ 19 ലക്ഷം രൂപ അക്കൗണ്ടിൽ കയറിയാലോ, ലൈഫ് സെറ്റിൽ ആവുമല്ലോ എന്നിട്ട് ഓടിച്ചാടി കയറണം. ഫസ്റ്റിലൊക്കെ ഇവര് 1 year കോൺട്രാക്റ്റാ പറഞ്ഞിരുന്നത്. 1 year കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ഇതിൽ ജോയിൻ ചെയ്യാൻ വരുന്ന ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് തന്നെ ആയിരിക്കും. 1 year അവിടെ കഴിഞ്ഞിട്ട് 1 year ആ കോൺട്രാക്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകൾക്കാണ് ക്യാഷ് അങ്ങനെയുള്ള കുറെ ഇതുണ്ട്, വലിയൊരു തന്നെയാണ് കൊടുത്തിരുന്നത്. പിന്നെ അത് മാറി, ഇപ്പൊ അത് മാറി. അത് മാറിയപ്പം ഇപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേത് അങ്ങനെ കഴിഞ്ഞിട്ടാകുമ്പോ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെപ്പോഴും എന്തായിരുന്നു, ഒരു ഇന്ത്യൻ സിറ്റീസനാ അല്ലെങ്കിൽ വേറെ ഒരു രാജ്യത്തിന് നേപ്പാൾ സിറ്റീസൺ, ഏത് രാജ്യത്തിന് ആ സിറ്റീസനായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ മരണപ്പെട്ടാലും ഇൻജുവേർഡ് ആയിട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോ എല്ലാ എംബസി ആളുകളും വലിയ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങി. അപ്പൊ ഇവർക്ക് ഇതിൽ നിന്ന് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാന്ന് വിചാരിച്ചിട്ട് അവര് പുതിയ ഒരു ഇത് കൊടുക്കുന്നതാണ്. എന്ത് റെഡി ആവുകയാണെങ്കിൽ നിനക്ക് അപ്പൊ തന്നെ പാസ്പോർട്ട് തരും. റഷ്യൻ സിറ്റിസൺഷിപ്പ് കൊടുക്കും. അപ്പൊ ഇന്ത്യൻ എംബസിക്ക് ഇടപെടാൻ പറ്റില്ല. അത് എത്ര വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അടുത്ത് തൃശ്ശൂർ ഒരാൾ മരിച്ചല്ലോ, വിഷ്ണു മൂപ്പരെ കൂടെ ഉണ്ടായ ആളോടെ മോസ്കോയിലെ ഹോസ്പിറ്റലുണ്ട്. അപ്പൊ ഞാൻ ജക്രസൂറോട് ഞാനും പോയി ഹോസ്പിറ്റലിൽ. അപ്പൊ അന്ന് അവിടെ പറഞ്ഞ അവിടെ കയറാൻ സമ്മതിച്ചില്ല. കാരണം അവിടെ കിടക്കുന്നത് റഷ്യൻ സിറ്റിസൺ ആണ്. അപ്പൊ റഷ്യൻ പാസ്പോർട്ട് ഉള്ള ഒരാൾക്ക് മാത്രമേ അവിടെ കാണാൻ അനുവദിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യന്റെ എംബസിന്റെ എന്തെങ്കിലും ലെറ്റർ വേണം. അപ്പോ ഈ റഷ്യൻ റഷ്യൻ പൗരത്വമൊക്കെ വാങ്ങുന്ന സമയത്ത് തന്നെ അവർക്ക് അറിയാലോ, എല്ലാം പറഞ്ഞിട്ടല്ല, അല്ലാതെ പെടുത്തുക എന്നുള്ള ഒരു വാക്കവിടെ ഒരു വശവുമില്ല. ഒരിക്കലും ഇത് പെടുത്തി എന്നൊന്നും പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഇതില് അപ്പോ മറ്റുള്ള ആരുടെ പേരിൽ വഴി ചേരും. അത്ര തന്നെ.